അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുറാനകത്ത് പല തരത്തിലുള്ള മോജിസത്തുകളെ കുറിച്ച്, പല നബിമാർക്ക് കിട്ടിയ മിറാക്കിൾസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വൈൽ ബീയിങ് ഖുറാൻ ഇറ്റ് സെൽഫ് ഇസ് എ മിറാക്കിൾ. ലൈക്ക് തിങ്ക് അബൌട്ട് ദിസ്. ലൈക്ക് സം പീപ്പിൾ ആർ ആർഗ്യൂയിങ്, ലൈക്ക് അവർ പറയുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അല്ലെങ്കിൽ 23 വർഷം കൊണ്ട് എഴുതിയെടുത്ത ഒരു ബുക്കാണ് എന്ന് കരുതുന്ന കുറേ പേരുണ്ട്. ബട്ട് ഹൗ ഇറ്റ്സ് പോസിബിൾ ഫോർ എ ഇല്ലിറ്ററേറ്റ് മാൻ to write something unlinear way. Like ഖുറാൻ ഒരിക്കലും ആദ്യം ഫാത്തിഹ, പിന്നെ സൂറത്തുൽ ബക്കറ, പിന്നെ അങ്ങനെയല്ല ഇറങ്ങിയിട്ടുള്ളത്. ആദ്യം ഇറങ്ങിയത് സൂറത്തുൽ അലക്കാം, അത് കഴിഞ്ഞിട്ട് വരുന്നത് സൂറത്തുൽ മുദ്ദസ്സിറാണ്. ഇങ്ങനെയാണ് വരുന്നത്, ഒരിക്കലും ലീനിയർ അല്ല. അപ്പം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു ആൾ എങ്ങനെയാണ് ഖുറാൻ എഴുതുന്നത് എന്നുള്ള ചോദ്യമാണ്. അതല്ല എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, ഖുറാൻ ഒരിക്കലും ലീനിയർ ആയിട്ടല്ല ഇറങ്ങിയത്. പിന്നെ ഇത് എങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടു എന്ന് ചോദിക്കുന്ന സമയത്ത് സൂറത്തുൽ ഖിയാമിൽ റബ്ബ് തന്നെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ധൃതി കൂട്ടേണ്ട ആവശ്യമല്ല, ഇത് മെമ്മറൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്, ഔക്കമാക്കാൻ സിമിലർ ടു ദാറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ആ ഒരു സ്പെഷ്യൽ ബുക്ക് ഇറങ്ങിയൊരു മാസമാണ്. ഒരു പകുതി നമ്മൾ കഴിഞ്ഞു, രണ്ടാമത്തെ പകുതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം കഴിയുന്നത് നമ്മൾ ഈ ഒരു റമദാനിൽ ഇനിയൊരു പകുതിയും കൂടി ഉണ്ട്. അപ്പോൾ ഈ അടുത്തൊരു ഏകദേശം 20 ദിവസത്തിൻ്റെ അടുത്തുള്ള ആ ഒരു ഗ്യാപ്പിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുറാൻ മുഴുവനായിട്ട് ഓതി തീർക്കാനും അത് കഴിഞ്ഞിട്ട് ഖുറാനായിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിർത്താനുള്ള ഒരു കഴിവ് ഇൻഷാ അല്ലാഹ് റബ്ബ് നമുക്ക് തരട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.